ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരോട്ടിക്കീസ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന വണ്ടി ഏതാന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഫോൾക്സ് വാഗൻ്റെ ഒരു വണ്ടിയാണ്. ഇവനാണ് ഗൈസ് നമ്മൾ ഇന്ന് പണിയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഗ്യാരേജിൽ എത്തിയിട്ട് കാണാം. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ സ്റ്റോക്ക് കണ്ടീഷൻ. ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അലോയിൽ നിന്ന് തുടങ്ങാം. ടൂൾസ് എടുക്കട്ടെ. യെസ് ഗൈസ്, ഇഷ്ടപ്പെട്ടത് ഇത് ഗൈസ്. ഞാനിത് ഇട്ടിട്ട് തന്നെ ഇല്ല കേട്ടോ, നമ്മൾ വണ്ടിക്കൊന്നും ഉപയോഗിച്ചിട്ട് തന്നെ ഇല്ല. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് നോക്കട്ടോ ഓരോന്ന്. അങ്ങനത്തെ ഒന്ന് വെച്ച് നോക്ക്. എനിക്ക് അങ്ങനത്തെ വെക്കണമെന്നൊരാഗ്രഹം ഗൈസ്. ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം നമുക്ക് വെറൈറ്റി ആയിട്ട് ഇവനെ കയറ്റാന്ന് വിചാരിച്ചു. അതാ ബാക്ക് ടയറിന് ഇതന്നെ നമ്മൾ കയറ്റി. ഇനി നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് ബമ്പർ നമുക്ക് ഇത് നമുക്കൊന്ന് ചെയ്യാം. റെഡ് ആക്കിയാൽ മതി. എനിക്ക് റെഡാണ് ഇഷ്ടം. ഇനി നമുക്ക് നമ്പർ പ്ലേറ്റ് ലൈറ്റ് ഇതൊന്നുമില്ല. ഇത് ചെയ്തത് പോവെന്ന് പറയാൻ പറ്റില്ല. ഞാനത് നോക്കിയായിരുന്നു, അപ്പോൾ അത് പോയി. നമുക്ക് ഗ്രില്ല്. ഓ ഗൈസ്, ഇവിടം വരെ സാധാ ഗ്രില്ല് തന്നെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ലൈറ്റ് റൗണ്ട് ആവും. അപ്പോൾ നമുക്കത് വേണ്ട. നമുക്കിനി സീറ്റൊക്കെ നോക്കാം. നമുക്കൊരു ബക്കറ്റ് സീറ്റ് ആക്കാം. കുഴപ്പമില്ലാത്തൊരു ലുക്കായി. നമുക്ക് സൈഡ് മിറർ ഈ ലാസ്റ്റിട്ടാണ് പുതിയത്. ഇത് നമുക്ക് ചെയ്യാം. കിറ്റൊന്നും വേണ്ട. ഇത് നമുക്ക് സൈഡിൽ നമ്മളൊരു ബ്ലാക്ക് സെറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. കണ്ടില്ല ഗൈസ്. അപ്പം ഇങ്ങനെ കുറച്ചൊക്കെ ചെയ്താൽ വണ്ടിയുടെ ലുക്കേ അങ്ങ് മാറും. ഇത് മതി കേട്ടോ, ഇതെല്ലാം ലുക്കുണ്ട്. ഇനി നമുക്ക് ബാക്ക് ബമ്പർ ഇതെങ്ങനെ ഉണ്ടാവും? ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലുക്കുണ്ട് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ. അത് നമുക്ക് ഫിക്സ് ചെയ്യാം. അത് വേണ്ട കേട്ടോ, അതൊന്നും നോക്കാം. നമുക്ക് സൈലൻസർ ഇത് മതി. ഇതാണ് ഞാൻ എപ്പോഴും എല്ലാ വണ്ടിക്കും വെക്കുന്നത്. സൗണ്ടൊക്കെ എപ്പോഴും സെയിം തന്നെയാണ്. ഇപ്പം നമുക്ക് എന്തായാലും ഒന്ന് വണ്ടിയുടെ സൗണ്ട് കേൾക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ സൗണ്ട് വരുന്നത്. അപ്പോൾ സൈലൻസർ സ്റ്റോക്കിനും ഇതേ സൗണ്ടൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് വണ്ടിയുടെ ബേക്കിൽ ഇതാണെന്ന് തോന്നുന്നു. യെസ് ഗൈസ്, ബേക്കിത്തെയാണ്. നമുക്കത് തന്നെ മതി. ഇതെവിടുത്തെയാണ്? ഇതെന്താണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് നമ്മളത് വെക്കുന്നില്ല. ബേക്കിലെ നമ്പർ നമ്മൾ ഫ്രണ്ടിൽ വെച്ചത് തന്നെ. ഇത് വേണ്ട. സ്പോയിലർ ഈ വണ്ടിക്ക് നമ്മൾ കുറച്ച് വലിയ സ്പോയിലർ വെച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നമ്മൾ വലിയ സ്പോയിലർ വെച്ചാൽ ഈ വണ്ടിക്ക് ചേരുന്നു തോന്നുന്നു. നമുക്ക് നോക്കാം. ഇതൊന്നുകൂടെ ചെറുതായി വരുന്നേ ഉള്ളൂ. ഇത് മതിട്ടോ ഇപ്പോൾ തൽക്കാലം. ഒന്നും ഞാൻ പറഞ്ഞില്ല.
ചെറുതായിട്ട് അത് വെച്ചപ്പോൾ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു ഹൈറ്റാണ് നമുക്ക് വേണ്ടത്, പക്ഷേ സൈഡിൽ അതൊക്കെ കൂടിപ്പോയി. ഹൈറ്റുള്ളത് സൈഡിൽ കൂടാത്തത് ഇതെങ്ങനെ ഉണ്ടാവും? ഓ മൈ ഗോഡ്, ഞാനിനി അങ്ങോട്ട് ഒരുപാട് ഇങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് ഓരോന്ന് വെച്ച് നോക്കാം. നേരത്തെ വെച്ചത് തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇതല്ലോ ഇങ്ങനത്തെ വരുന്നില്ലേ? ബെസ്റ്റ് അത് പോയി കഴിച്ച് ഇതായിരുന്നു. ഇനി നമുക്ക് വണ്ടിയുടെ ഇങ്ങനത്തെ ഐറ്റം വണ്ടിക്ക് വേണമെങ്കിൽ കൊടുക്കാം. കണ്ടില്ലേ? നമുക്കത് വേണ്ട. ഇനി ബ്രേക്ക് ലൈറ്റ് നമുക്ക് ഇതിനകത്തുനിന്ന് ബ്ലാക്ക് ആക്കാനൊക്കെ ഉള്ളൂ. അതും നമുക്ക് വേണ്ട. ലൈറ്റിൻ്റെത് എന്തെങ്കിലും ലൈറ്റ് 2 1 2 അത് കൂടിയതൊക്കെ ആണോ? ഇത് മതി കേട്ടോ. ലൈറ്റും കൊടുത്തോളൂ. ഇനി നമുക്കിത് ഇതാ ഇവിടുത്തെയാണ്. അത് നമ്മൾ കൊടുത്തു. അവിടുത്തെ ഇത് തന്നെ ഉള്ളൂ. ലോഗോ കാലം ഈ ഒരെണ്ണം കൊടുക്കാം. ലോഗോ ചെറുതെങ്കിലും അവിടെ കിടക്കട്ടെ. നമുക്ക് സൈഡിൽ ഇട്ടത് GT നമുക്ക് റെഡിൽ കൊടുക്കാം. അടിപൊളി ലുക്കായി. ഇത് മേൽഭാഗം മാത്രമാണ് ബ്ലാക്ക് ചെയ്യുന്നത്. നമുക്ക് വേണ്ട. ഈ V8 എന്ന് പറഞ്ഞത് നമുക്ക് നോക്കാം. ഫ്രണ്ട് ഗ്രില്ലിൽ വരുന്നതാണ്, അതാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് അങ്ങനെ കിട്ടി. ഇനി നമുക്കുള്ളത് സ്റ്റിക്കർ വർക്കാണ്. അത് നമുക്കൊന്നും ചെയ്യണം. ഇനി നമുക്ക് പെയിൻറ്റിങ് ആണ് ഗൈസ് മെയിൻ. നമുക്ക് വണ്ടിക്ക് പറ്റിയൊരു പെയിൻറ്റ് നമുക്ക് സെലക്ട് ചെയ്യണം. നമുക്ക് ഈ വണ്ടിക്ക് ഒരു വെറൈറ്റി പെയിൻറ്റ് തന്നെ കൊടുക്കാം. ഈ ഒരു പെയിൻറ്റ് കൊടുക്കാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്രേക്കിൻ്റെ ലൈറ്റ് ഈ ഒരെണ്ണം കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഫ്രണ്ട് ഗ്രില്ല് ഈ ഒരെണ്ണം കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ കൊടുത്താൽ അപ്പോൾ ലൈനൊക്കെ കറക്റ്റ് കാണാം. അതാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് സെറ്റാക്കി ഗൈസ്. ഇനി നമുക്ക് ഫ്രണ്ട് ലൈറ്റ് ഗൈസ്. അപ്പോൾ നമുക്ക് അതൊക്കെ നമ്മളിങ്ങനെ സെറ്റാക്കി
സോ ഇപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ലൈറ്റിൻ്റെ ഒരു ഇത് വരുന്നത്. ടോക്കൻ ആയിക്കോട്ടെ. അല്ലാടാ നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല ഗൈസ്. ഇത്ര നമുക്ക് ഈ പെയിൻറ്റിങ്ങിലും ചെയ്യാൻ ഉള്ളൂന്ന് തോന്നുന്നു ഗൈസ്. അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് വണ്ടിയുടെ സസ്പെൻഷനിലേക്കാണ്. വണ്ടി ഫുള്ള് ലോവർ ചെയ്ത് എങ്ങനെ ഇരിക്കും. അത്ര വേണ്ട, കുറച്ച് പിന്നെ ലൈറ്റ് ഇട്ട് ഈ ലുക്ക് വരും. ബ്രേക്ക് ലൈറ്റൊക്കെ ഇത് ലൈറ്റ് ഓഫ് ചെയ്താൽ ഇങ്ങനെ, ലൈറ്റ് ഇട്ടാൽ ഇതാ ഇങ്ങനെ. ഓക്കെ, ലൈറ്റ് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത്രയൊക്കെ ഉള്ളൂ അത്. ഇനി നമുക്ക് അലോയ് ഒക്കെ ഓക്കെയാണ്. ഇതാണ് ഗൈസ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു ഔട്ട്ലുക്ക് വരുന്നത്. നമുക്ക് എന്തൊക്കെ ചെയ്തു എന്നൊന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ ആദ്യം അലോയ് ചേഞ്ച് ചെയ്തു. പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും ചേഞ്ച് ചെയ്തു. പിന്നെ നമ്മൾ വണ്ടിക്ക് ഒരു നമ്പർ പ്ലേറ്റ് കൊടുത്തു. പിന്നെ സൈഡ് മിറർ ചേഞ്ച് ചെയ്തു. ബാക്കിൽ സ്പോയിലർ വെച്ചു. ബാക്കിലും അതേമാതിരി നമ്പർ പ്ലേറ്റ് കൊടുത്തു. പിന്നെ ബാക്കിലത്തെ ലോഗോ നമ്മളൊന്ന് ചേഞ്ച് ചെയ്തു. ഫ്രണ്ടിൽ ഗ്രില്ലിൽ ലോഗോ ഉണ്ടായിരുന്നു, അത് നമ്മൾ കൊടുത്തു. ഫ്രണ്ടിലത്തെ ബമ്പറിൽ റെഡ് ലൈൻ വരുന്നതായിട്ടാണ് കൊടുത്തത്. പിന്നെ സൈഡിലത്തെ ഡോറിൻ്റെ അതിനകത്ത് തന്നെ ഒരു റെഡ് ലൈൻ വരുന്നതായിട്ട് കൊടുത്തു. അപ്പോൾ ഒന്നുകൂടെ അടിപൊളി ലുക്കായി. പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ ലിബ് കൊടുത്തു. ഇല്ല, ലിബ് കൊടുത്തിട്ടില്ല, അത് നമുക്ക് കൊടുക്കാം. സൈഡിൽ നമ്മൾ പക്ഷേ ലിബ് കൊടുത്തു. ഫ്രണ്ടിലത്തെ ലിബ് സോറി ഗൈസ്, നമ്മളത് മറന്നുപോയി. നമുക്ക് ലിബ് യെസ് ഗൈസ്, നമുക്ക് ഇത് കൊടുത്തു നോക്കാം. ഇത് വലിയ കുഴപ്പമില്ലാത്ത ലിബുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ലിബും കൊടുത്തു. പിന്നെ നമ്മൾ ഹെഡ്ലൈറ്റ് ഒന്ന് സ്മോക്ക് ചെയ്തു വേണമെങ്കിൽ പറയാം, അങ്ങനെയൊക്കെ പറയാം. പിന്നെ നമ്മൾ വണ്ടിയുടെ സീറ്റൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ കളറ് ഫുള്ള് ചേഞ്ച് ചെയ്തു. വണ്ടിക്ക് നമ്മളൊരു അണ്ടർഗ്രൗണ്ട് ലൈറ്റ് കൊടുത്തു. നമ്മളിപ്പോൾ ഫ്രണ്ടിലത്തെ ബമ്പറിൻ്റെ ഇവിടെ ലിബ് സെറ്റ് ചെയ്തു. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ വണ്ടി ചെയ്തത്. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഈ വണ്ടി ഒരു മാരക ലുക്കായി സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യണം. അടുത്ത ഏത് കാർ വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മൾ ഈ ആപ്പിനകത്ത് ഉണ്ടെങ്കിൽ അതെടുക്കും, അല്ലെങ്കിൽ നമ്മൾ ആ കമ്പനിയിലെ ഏതെങ്കിലും ഒരു കാർ എടുക്കുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, ബൈ.